ഹാപ്പി വിഷു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ നമുക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാനും മോളും കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മാസമായപ്പോൾ ഞങ്ങൾ ഇവിടെ പോയി, ഗുരുവായൂർ പോയി. ഗുരുവായൂരായിട്ട് പോയതല്ല, അവിടെ ഞാനൊരു മലപ്പുറത്ത് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ഗുരുവായൂർ പോകാനായിരുന്നു എൻ്റെ മോളുടെയും പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേരമായപ്പോൾ അവിടെ എത്തി. അവിടുന്ന് അത് മലപ്പുറത്ത് പോയി എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് മലപ്പുറത്ത് പരിചയമുള്ള ഒരു വീടുണ്ട്, അവിടെ താമസിച്ച് രാവിലെ പോയി ഓഫീസ് വർക്കെല്ലാം ഇതാക്കിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങൾ ബസ്സിന് ഗുരുവായൂരെത്തിയപ്പം കുടുംബശ്രീയുടെ ഇതുണ്ട്, ഡോർമെറ്ററി ഉണ്ട്. ഇവിടെ നമ്മൾ അവിടെ പോയി ഇതെടുത്തു. പക്ഷെ അവിടെ നമുക്ക് കുറച്ച് താമസം വന്നു, അതായത് കുറച്ചേറെ താമസം വന്നു നമുക്ക് അവിടെ, ഒരു 1/4 മണിക്കൂർ അതിൽ കൂടുതലായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഗുരുവായൂർ ഞങ്ങൾ സാധനം വെച്ച് കുളിച്ച് ചെന്നപ്പോഴത്തേന് ഗുരുവായൂർ ഉള്ള ദർശനത്തിനുള്ള ക്യൂ നിന്നു. അവിടെ ഇതിടുമല്ലോ, കയറ് വലിച്ച് കെട്ടി. അപ്പോൾ ഭയങ്കരമായുള്ള ആഗ്രഹം, അതിൻ്റെ കൂട്ടത്തിൽ യാത്രയുടെ ക്ഷീണം. കാരണം തലേദിവസം രാജ്യറാണിയിലാണ് മലപ്പുറത്ത് പോയത്. മലപ്പുറത്തു നിന്ന് പിന്നെ അപ്പോൾ അവിടെ എത്തി 1 മണിക്കൂറോളം കിടന്നുറങ്ങിയിട്ട് രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ തിരിച്ച് പിന്നെ വീട്ടിൽ വരുന്നു. നേരത്തെ ഞങ്ങൾ താമസിച്ചതിൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടുന്ന് നേരെ തിരിക്കുന്നു മലപ്പുറത്തിന്. അങ്ങനെ ഭയങ്കരമായ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് പക്ഷേ അന്ന് അത്രയും കുഴപ്പമില്ല, എനിക്ക് നല്ല ക്ഷീണം, യാത്രയുടെ ക്ഷീണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും പുള്ളി ജന്മം ചെയ്ത നമ്മളെ കയറ്റി വിടത്തില്ല, ഒരുമാതിരി, അതായത് നമ്മൾ ഭഗവാനെ തൊഴാൻ ചെന്ന് എന്നുള്ള രീതിയിലല്ല അവർ സംസാരിച്ചത്. ലാസ്റ്റ് ഞാനും മോളും കൂടെ ഭയങ്കരമായിട്ട് ഹൃദയം പൊട്ടിയെന്ന് പറയാം. എൻ്റെ ഭഗവാനാണ്, ഹൃദയം പൊട്ടി ഞാനും മോളും അവിടെ നിന്ന് കരഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അലമുറയിട്ട് കരഞ്ഞു. ഭഗവാനെ, കുഞ്ഞു പിള്ളേർ കരയുന്ന പോലെ കരഞ്ഞു, മോളും കരഞ്ഞു. ഞാൻ തുടങ്ങിയത്, അവളും കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ആ ക്യൂവിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആ നടയിൽ വന്നിന്ന് തൊഴാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊരു അമ്പലമാണ്, ഒരു പബ്ലിക് പ്ലേസ് ആണെന്നൊന്നും നമ്മൾ ചിന്തിക്കുക, അങ്ങ് കരയുക. അങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പം അകത്ത് ഇങ്ങനെ ഒരു ഗ്രില്ല് പോലെ ഉണ്ടല്ലോ, ഈ ക്യൂവിന് വേണ്ടി വെച്ചേക്കുന്നുണ്ടല്ലോ, ഇല്ല സ്റ്റീലിൻ്റെ മറ്റേ അലുമിനിയം ഫാബ്രിക്കേഷൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അവിടെ നിന്ന് ഒരാൾ ചെറിയ മുല്ലപ്പൂ മാലകൾ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുക. അപ്പം ഞാനും കൊച്ചും ഓടിച്ചെന്നപ്പോഴത്തേനും കണ്ട് 2 എണ്ണം ഉണ്ട്, അതിലൊരാൾ കൂടി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും കരയുക. ഞാനും കൊച്ചും കൂടെ കരഞ്ഞുകൊണ്ട് കൈ നീട്ടി അതിൻ്റെ മുന്നിൽ നിന്ന് കരയുക. വലിയ കരഞ്ഞപ്പോഴത്തേന് ഒരു മനുഷ്യൻ വന്ന്, അപ്പോഴത്തേന് ഈ കൊടുക്കുന്ന ആൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിയെ തട്ടി, ആ പുള്ളിയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ലാസ്റ്റ് മാല എനിക്കും കിങ്ങണിക്കും കിട്ടി. അത് എൻ്റെ കയ്യിലാന്ന് തോന്നുന്നു തന്നത്, ഓർക്കുന്നില്ല, കുഞ്ഞിൻ്റെ കയ്യിലാണ് തന്നത്, ചോദിക്കട്ടെ. അത് മോളാണ്. എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് നടക്കി നിന്ന്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മൾ അതായത് ഭഗവാൻ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സിമ്പൽ പോലെ എനിക്ക് തോന്നി. നമ്മൾ നടക്കി നിന്ന് കരഞ്ഞ് എന്താ പറയുക, നമ്മളവിടെ നിന്ന് ഭഗവാനെ കണ്ണീന്ന് കൊടുകൂടാന്ന് ഇത് വരുക. അപ്പോൾ നടക്കി വന്ന് നിന്നപ്പം അവിടെ ലേലം വിളിക്കുന്നു, ഈ പഴയ സാധനങ്ങളെന്ന് ഭഗവാനെ ക്ഷമിക്കണം, ഭഗവാന് നടക്കി വെച്ച സാധനങ്ങളൊക്കെ ലേലം വിളിക്കുന്നു. അപ്പം ഈ കുമ്പളങ്ങയും ഒക്കെ ഇരിക്കുന്നു. അപ്പം മോള് ഫ്രണ്ടിൽ, ഞാൻ പുറകിൽ നിൽക്കും. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വേണോടി, വേണമെങ്കിൽ നീ ലേലം വിളി എന്തോന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇപ്പുറത്ത് നിന്നത് ഒരു കാവി ജുബ്ബയും കാവി മുണ്ടും ഉടുത്ത ഒരു മനുഷ്യൻ. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണം നിങ്ങൾ ലേലം വിളി, നിങ്ങൾക്കും എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു മതിയായി, ഇത്രയും ദൂരത്തുനിന്ന് വരിക, ഞങ്ങൾ ആലപ്പുഴയാണ് വീട്, ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും കഷ്ടപ്പെടാം. അതായത് ഞാനിവിടെ എനിക്കൊരു വയ്യാത്ത കുഞ്ഞുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുഞ്ഞുണ്ട്, വയ്യാത്തൊരമ്മയുണ്ട്. ഇവരെയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എനിക്ക് തീർത്തിട്ട് വരുന്ന പണിക്കാണ് ഞാൻ അമ്പലത്തിലും കയറണം എന്നുള്ള ഒരു അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പോയത്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച്, ഞാൻ അയാളോട് പറഞ്ഞു, കൊതിയും മതിയും തീർന്നു, എനിക്കിനി ഒന്നും വേണ്ട,
ഞങ്ങൾക്ക് മതിയായിരുന്നു, തൃപ്തിയായിരുന്നു. അപ്പോൾ ചേച്ചി പുള്ളി ചോദിച്ചാൽ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞ് പടിഞ്ഞാറേ നടയാണ് അല്ല പറഞ്ഞ എനിക്ക് ഓർമ്മ, എനിക്ക് അവിടുത്തെ എല്ലാ നടയും ഒരുപോലെ, പടിഞ്ഞാറേ നടയിൽ കൂടെ കയറിയാൽ ഭഗവാനെ കാണാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പടിഞ്ഞാറേ നടയിൽ കയറി. ഏതോ ഒരു നടയിൽ കൂടി കയറി ചെന്നപ്പോൾ അകത്ത് ചെന്നതിന് ഓഹോ എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഡി നമ്മളിപ്പം ഗുരുവായൂരമ്പലത്തിനകത്താണോ? അപ്പോൾ അവൾ പറഞ്ഞു അതെ അമ്മേ ഗുരുവായൂരമ്പലത്തിനകത്ത്. ഞങ്ങൾ ക്യൂയിൽ നിൽക്കുക. അപ്പത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന പുള്ളിക്കാരി വന്നു, ഒരു ആന്ധ്രാക്കാരിയും അങ്ങണ്ടായിരുന്നേ. അവർ പറഞ്ഞു 1000 rupees ക്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ മൈൻഡ് ഫുള്ള് ഇതായിട്ടിരിക്കുക. അപ്പത്തേന് ഞാൻ കുറച്ചുകൂടെ നേരം ശ്രദ്ധിച്ചപ്പം ഞാൻ ചോദിച്ചു വാട്ട്? അപ്പോൾ പറഞ്ഞു ദിസ് ക്യൂ ഇസ് ഫോർ 1000 rupees ഓൺലി, ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ദർശൻ അങ്ങനെ എന്തോ പറഞ്ഞു. ഓക്കെ. അപ്പത്തേന് കൊച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു മൈ ഹസ്ബൻഡ് വെൻ ഫോർ ടേക്കിംഗ് ദ ടിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ച് എന്നെ പിടിച്ച് വലിച്ച് ക്യൂയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കണം. അമ്മേ പൈസ കൊടുത്തൊന്നും നമുക്ക് ഭഗവാനെ കാണണ്ട, അമ്മ ഇങ്ങോട്ട് വാങ്ങുന്നു പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങി കടയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അവിടെ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം എന്തായാലും ഈ കുടുംബശ്രീയുടെ ഡോമിനൊരു പ്രത്യേകതയുണ്ട്, അവിടെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, വന്നും പോയി. ഈ വന്നവർ തന്നെ അവർ കട കാണാൻ പോയവരും ഒക്കെ ആ സമയത്തൊക്കെ കയറി വരും. അങ്ങനെ നമ്മൾ ഉറങ്ങാതിരുന്നു. എന്തായാലും എന്തോ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ ഞെട്ടി എണീറ്റപ്പോഴത്തേന് കുറേ ചേച്ചിമാരൊക്കെ സാരി ഉടുക്കുന്നു. അപ്പോഴത്തേന് ഞങ്ങളും പെട്ടെന്ന് പോയി കുളിച്ച് ഒരുങ്ങിപ്പോയി ക്യൂയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. വേറെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, എന്നാലും എനിക്കിന്നൊരു വിഷു അല്ലേ, ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയിൽ എനിക്കിതൊന്ന് പറയാൻ തോന്നി. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.